വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു തന്ത്രമുണ്ട്. ആ പവിത്ര എന്ന സംയുക്തയുമായിട്ട് ഇവനെ കൂടുതൽ അടുപ്പിക്കണം. എന്നിട്ട് മൊത്തം അങ്ങ് വെടക്കാക്കണം. എല്ലാവരുടെയും സ്വസ്ഥത അങ്ങനെ തകരണം. മോനെ പ്രതാപ. ചേച്ചിയോ? ബാശി. ഞാനേ നിന്നോടൊരു കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എന്നോട് എന്തിനാ ചേച്ചി ഒരു മുഖവര? എന്താണെന്ന് വെച്ച് പറയുക. എന്തോ രാജു, ആ പോയിസൺ അച്ഛന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. വാ, എന്തിനാണെന്ന് നോക്കാം. നാളെ നമുക്കേ ആ പവിത്ര സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ ചേച്ചി? സിസ്റ്ററുടെ ബർത്ത്ഡേയാ. ഓ, ആശംസ പറയാൻ ചെല്ലണ്ടേ? എന്തെങ്കിലും ഒരു ഗിഫ്റ്റും വാങ്ങണം. അതിനെന്താ, നമുക്ക് പോവാനല്ലോ. ഗിഫ്റ്റും വാങ്ങിക്കൊടുക്കാം. പോകുന്ന വഴിക്ക് ആ ടൗണിൽ നിന്ന് വാങ്ങിച്ചാ പോരെ? അത് മതി. രാജു വാ. ആ ഓ, പവിത്ര സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണല്ലേ രാജു? നമുക്ക് പോണ്ടേ? പിന്നെ നമുക്ക് പോണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. നല്ല കാര്യം. എന്നാ പിന്നെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാം. സിസ്റ്റർക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുക. പ്രതാപ, അവര് പിന്നെ പോയി കാണട്ടെ. നമുക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടി രാവിലെ പോവാം. അതെന്തിനാ ചേച്ചി? നമുക്ക് എല്ലാവർക്കും കൂടി കുടുംബസമേതം പോവാം. അതുപോലെ. എന്നാ ശരി പ്രതാപ. അതിരിക്കട്ടെ, ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ വർമ്മ സാറിന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? സാറിന്റെ ഭാഗം റൈറ്റ് അല്ലേ? തന്റെ ജീവൻ രക്ഷിച്ച ഒരു സ്ത്രീയോട് ഉണ്ടാകുന്ന ഒരു കടപ്പാട്, അത്രയല്ലേ ഉള്ളൂ. ഇവര് ചുറ്റിക്കൊണ്ടുപോയി പെടുത്താതിരുന്നാ മതി. അവര് പെടുത്തും രാജു. അമ്മയോട് എന്നോടുള്ള പ്രതികാരം വീട്ട് ഈ വൃത്തിയുടെ സ്ത്രീ എന്തും ചെയ്യും. ഇത് അവസാനിപ്പിക്കാൻ എന്താ രാജു ഒരു വഴി? നമുക്ക് അമ്മയെ വിളിച്ചൊന്ന് ആലോചിച്ചാലോ? അതുകൊള്ള വിളിക്കാം. മോള്, അമ്മ ഞങ്ങളൊരു വിവരം പറയാനാ വിളിച്ചത്. എന്റെ അടുത്ത് രാജു ഉണ്ട്. എന്താ മോളെ? അമ്മ ഒരു വലിയ വിഷയം ഉണ്ടായി. ഞാനതാദ്യം അമ്മയോട് പറയാം. നാളെ നമുക്കേ ആ പവിത്ര സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണം. നല്ല കാര്യം. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം. അത് ശരി, കാര്യങ്ങൾ അവിടെ വരെ എത്തിയല്ലേ? പ്രതാപേട്ടനെ കൊണ്ട് ആ പാവം കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണോ അവര്? അവർക്ക് നമ്മളോട് മാത്രമല്ലമ്മേ, അച്ഛനോടും തീർത്താ തീരാത്ത പകയാ. ഒരു കാര്യം ചെയ്യാം, സംയുക്തയുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഞാന് അവളെ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ഈ പിറന്നാളൊക്കെ അംബിക ക്രിയേറ്റ് ചെയ്തതായിരിക്കും. എന്തായാലും മോള് ഫോൺ വെക്കും, ഞാൻ സംയുക്ത ഒന്ന് വിളിക്കട്ടെ. ശരി അമ്മേ. ഹലോ, ഞാനാ സംയുക്ത, സൂര്യമംഗലത്തെ പത്മാവതി. ചേച്ചിയോ? എന്താ ചേച്ചി? മോള് വിളിച്ച് എന്നോടൊരു ന്യൂസ് പറഞ്ഞു. അംബിക പറഞ്ഞു നാളെ സംയുക്തയുടെ പിറന്നാളാണെന്ന്. പിറന്നാളോ? എന്റെയോ? എന്റെ പിറന്നാള് ചിങ്ങമാസത്തിലെ ചിത്രയാ. അതിനി 3-4 മാസം കൂടെ കിടക്കുമല്ലേ. പിറന്നാൾ ആശംസകൾ നേരാൻ
പ്രതാപേട്ടനും അംബികയും കൂടി അങ്ങോട്ട് വരുന്നുണ്ടെന്നാ കേട്ടത്. എനിക്ക് വിസിറ്റിനെ കുറിച്ച് യാതൊരു അറിവുമില്ല ചേച്ചി. ആ അംബിക ആളത്ര ശരിയൊന്നുമല്ല. അവർക്ക് എന്തൊക്കെയോ മോശമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അവൾ ആരെയും ചതിക്കും. അവളുടെ ചതിയിൽ പോയി സംയുക്ത വീടരുത്. ഇല്ല ചേച്ചി. ഏതായാലും അവര് വരുവാണെങ്കിൽ വരട്ടെ. ഈ വരവോടെ ഞാനിത് അവസാനിപ്പിക്കും. വർമ്മ സാറിനോട് ഞാൻ ദൂരെ പുറത്ത് ജോലി തേടി പോവാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞത് അവസാനിപ്പിച്ചോളാം. പിന്നെ ഋതികയുടെ ടെൻഷനൊന്നും ആവണ്ടെന്ന് പറയണേ. ശരി സംയുക്ത. അപ്പൂപ്പ, അപ്പൂപ്പന്റെ പുരാണ കഥകളുടെ സ്റ്റോക്ക് തീർന്നോ? പുരാണ കഥകളുടെ സ്റ്റോക്ക് തീരെ? എന്താ ഈ കുട്ടി പറയണേ? അതിങ്ങനെ കിടക്കുകയല്ലേ ഭഗവാന്റെ കഥകൾ വാരാവാരം പോലെ. എന്താ ഇപ്പൊ അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം? ജ്യോതിയെ കൊണ്ട് തേജി ചോദിപ്പിച്ചതാണോ? അതെ, ഇവൻ പറയുവാ അപ്പൂപ്പന്റെ പുരാണ കഥകളുടെ സ്റ്റോക്ക് ഒക്കെ തീർന്നു എന്നും പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും പറയുവാ അവന് ബോറടിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ചേച്ചി അത് അപ്പൂപ്പനോട് ചോദിക്കുന്നത് ശരിയാണോ? അതെ, ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെ 4 അക്ഷരം പഠിക്കാൻ നോക്കും.